ഹലോ, ഇന്ന് ഞാനുള്ളത് എൻ്റെ മകൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. ഇതാണ് കേട്ടോ എൻ്റെ മകൻ, ഈ ബൂത്തിലുള്ളതാണ് എൻ്റെ മകൻ. അങ്ങനെ ഇവിടെ ഇൻ്റർനാഷണൽ ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോരോ ബൂത്തായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയുടെ ബൂത്ത് മകനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസ് ആയിട്ട് ഇവനും വേറൊരു മലയാളി കുട്ടിയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇന്ത്യക്കാരില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ്, വേറെ ഇന്ത്യൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ബാക്കി രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം അവരുടെ എല്ലാവരുടെയും ബൂത്തിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ നടക്കുന്ന വഴികളിലൂടെ ഓരോ രാജ്യത്തെ ആൾക്കാരുടെ അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ഫുഡ് രീതികൾ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ രാജ്യത്തിലെ ഫുഡുകളെല്ലാം പരീക്ഷിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ലൊരു സുന്ദരിയായ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിള്ളേരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും എനിക്കും ഉണ്ടാക്കി കൊടുത്തു വിടാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്തത്. ഇത് റഷ്യൻസിൻ്റെ ബൂത്താണ്, കണ്ടില്ലേ, റഷ്യൻ സുന്ദരികളായ പെൺകുട്ടികൾ അവിടെ അവരുണ്ടാക്കിയ ഫുഡ് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റഷ്യൻ പെൺകുട്ടികളെ എല്ലാം കണ്ട് അവരുടെ കൂടെ എല്ലാം ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു. അത് പറഞ്ഞ പോലെ അൾജീരിയ, അവിടുത്തെ പെൺകുട്ടികളും നല്ല സുന്ദരികളായ പെൺകുട്ടികളാണ് കേട്ടോ. അവരുടെ ഭക്ഷണവും ഭയങ്കര ടേസ്റ്റിയാണ്. അൾജീരിയക്കാരുടെ ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഇതുപോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇതുപോലെ എടുത്ത് കഴിക്കാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫുൾ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കൂടെയുള്ള കാലിക്കറ്റിലുള്ള ആളാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ യാത്രയിലുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ മൊറോക്കക്കാരുടെ ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മലയാളി പയ്യൻ. പുള്ളിക്കാരൻ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമസ്തേ എന്നാണ് നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്നത്, അതിങ്ങനെ കൈകൂപ്പിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ യൂണിവേഴ്സിറ്റിയുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ നടന്ന ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരാൻ പറ്റത്തില്ല. അത്ര വലിപ്പമുള്ള യൂണിവേഴ്സിറ്റികളാണ് എല്ലാം തന്നെ. ശരിക്കും മോനൊക്കെ സൈക്കിൾ ഓടിച്ചിട്ടാട്ടോ ക്ലാസ് റൂമിൽ. അങ്ങനെ ഓരോ രാജ്യത്തിന്റെ പേരുകൾ വിളിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പതാകയും ഏന്തി ആ രാജ്യത്തെക്കുറിച്ച് ഒരു 2 വാക്ക് വന്ന് പറയണം. അപ്പം അടുത്തത് ഇന്ത്യയാണ്. Namaste. Join us to enjoy our delicious food and amazing culture. Thank you. ഇത് മൊറോക്കൻ രാജ്യത്തിലെ പെൺകുട്ടികളാണ്. അതുപോലെ തന്നെ അടുത്തത് തായ്ലൻഡിലെ പെൺകുട്ടികളാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ്.